കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ട്യൂബൽ പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് കുറച്ച് ഇടവേള മീൻസ് സി സെക്ഷൻ ആണല്ലോ നമ്മുടെ കഴിഞ്ഞത്. അപ്പൊ സി സെക്ഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മളൊരു 1 ഇയർ ഗ്യാപ്പ് ഇട്ടു. 1 ഇയർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ പറ്റി ഇനി ഇത് പറ്റരുത്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചു, നമ്മളൊരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിനൊരു കാര്യം പറഞ്ഞു. ഡോക്ടർ സുഭാഷ് വൈത്തിരി ഹോസ്പിറ്റലിലെ ആദ്യം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്, പിന്നെ വിംസിൽ കാണിച്ചു. അതിനുശേഷം ഇപ്പൊ ഞങ്ങള് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹത്തിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ നല്ലൊരു ഇംപ്രഷൻ ഡെവലപ്പ് അറിയാൻ പറ്റി. അപ്പൊ അദ്ദേഹത്തിനെ പോയി കണ്ടു, ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ റിസൾട്ടും കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് അതേ ടെസ്റ്റുകൾ ചെയ്യാം. എന്തായാലും ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണം നമ്മുടെ ട്യൂബില് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു ലെങ്തി ആയിട്ടുള്ള കുറേ ടെസ്റ്റുകൾ അദ്ദേഹം എനിക്കും ഹസ്ബൻഡിനും വേണ്ടി എല്ലാ ടെസ്റ്റുകളും കാലിക്കറ്റ് പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് എല്ലാ ടെസ്റ്റും ചെയ്തു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ വേറൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, HST എന്നൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ട്യൂബ് സ്കാൻ ചെയ്യുന്ന ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റിനെ പറ്റി ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അത് കുറച്ച് ഡെവലപ്പ് പറഞ്ഞു തരാനുണ്ട്. അങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ടെസ്റ്റും ഞങ്ങൾ ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഒരു ടെസ്റ്റ് പോലും നമ്മൾ ഒഴിവാക്കിയില്ല. എല്ലാ ടെസ്റ്റിന്റെ റിസൾട്ടും കൊണ്ട് അദ്ദേഹത്തിന് പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, ഹസ്ബൻഡും പെർഫെക്റ്റ് ആണ്, വൈഫും പെർഫെക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയൊരു ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള ചാൻസ് ഇല്ല, ട്യൂബും ക്ലിയർ ആണ്, വലിയ ബ്ലോക്ക് ഒന്നുമില്ല. സോ നമുക്കൊരു 3 മന്ത് ഫോളിക് ആസിഡ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോളിക് ആസിഡ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഒരു 1, 2 or 3 മന്ത്, ഒരു 6 മന്ത്സ് ഒക്കെ ഫോളിക് ആസിഡ് എടുക്കുന്നത് നല്ലതാണ്. കുട്ടീൻ്റെ എല്ലിന്റെ വളർച്ചയ്ക്കും അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ഫോളിക് ആസിഡ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോളിക് ആസിഡ് എടുത്തു. ഫോളിക് ആസിഡ് എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഡിസംബറിലായിരുന്നു അത്. ഓക്കെ, നവംബർ ഡിസംബർ മാസത്തിൽ 2022 നവംബർ ഡിസംബർ മാസത്തിൽ ഓക്കെ സർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ട്രൈ ചെയ്ത് ആ മാസം തന്നെ പ്രഗ്നന്റ് ആയി. ആ മാസം തന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കിയപ്പോൾ വീണ്ടും എഗെയിൻ ഡബിൾ ലൈൻ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡോക്ടർക്ക് പറഞ്ഞു. ഡോക്ടറുടെ അടുത്ത് കാര്യം അറിയിച്ചപ്പോൾ ഡോക്ടർ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള തന്നു. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നല്ലോ. അപ്പൊ ഇപ്രാവശ്യം നമുക്കിത് യൂട്രസിലാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ എഴുതുന്നു. സ്കാൻ ചെയ്തു. സ്കാൻ റിപ്പോർട്ട് ഞങ്ങൾ വാട്സപ്പിൽ സാറിന് അയച്ചു കൊടുത്തപ്പോൾ സംഭവം ഓക്കെയാണ്, യൂട്രസിലാണ് ഇതുള്ളത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സാർ പറഞ്ഞു. നമ്മൾ ഹാപ്പി ആയി. കാരണം ഫസ്റ്റത്തെ അത്രയും വലിയ സങ്കടങ്ങളൊക്കെ മാറ്റിച്ച് നമ്മൾ വീണ്ടും പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ ആണല്ലോ. ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരെയും അറിയിച്ചു. മീൻസ് എല്ലാവരും വെച്ചാൽ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലും മാത്രമേ ഇപ്രാവശ്യം അറിയിച്ചുള്ളൂ. വേറെ അങ്ങനെ എല്ലാവരും അങ്ങനെ കൊട്ടി ഘോഷിച്ചൊന്നുമില്ല. നോർമൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു 1 വീക്ക് 1 മന്ത് അല്ല 1 വീക്ക് കേട്ടോ. 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എഗെയിൻ എനിക്ക് വേദന വന്നു. ഇപ്രാവശ്യം എനിക്ക് പെയിൻ വന്നത് റൈറ്റ് സൈഡിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിൽ. ഇപ്രാവശ്യം റൈറ്റ് സൈഡിലാണ് പെയിൻ വന്നത്. റൈറ്റ് സൈഡിൽ പെയിൻ വന്നു തുടങ്ങി, ഭയങ്കര പെയിൻ. അങ്ങനെ പെയിൻ വന്നിട്ട് അപ്പോൾ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ അവിടെ എന്തായാലും ഇത് യൂട്രസിലാന്ന് ഉറപ്പായി, പെയിൻ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു സൺഡേ ആയിരുന്നു പെയിൻ വന്നേ. അന്ന് തന്നെ ചെറിയൊരു ബ്ലഡ് സ്റ്റെയിനും കണ്ടു. അപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ കണ്ടപ്പോൾ ഡോക്ടർ എന്താക്കി, ഇത് അബോർട്ടായി പോകാനൊരു ചാൻസ് ആണല്ലോ ഈ ബ്ലഡ് കാണുന്നത്. അപ്പോൾ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻ കുറച്ചധികം വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ അബോർട്ട് ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. വൈദ്യുതി ഹോസ്പിറ്റലിൽ പോയി ഈ പെയിനും അബോർട്ട് ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ സ്കാൻ റിപ്പോർട്ട് പ്രകാരം യൂട്രസിൽ കുട്ടിയുണ്ടെന്ന് ഉറപ്പാക്കി അബോർട്ട് ആവാനുള്ള ഇഞ്ചക്ഷൻ തന്നു. പക്ഷെ പെയിന് യാതൊരു കുറവുമില്ല. അന്ന് സൺഡേ പകല് പോയി ഞാനും ഷട്ടനും കൂടെ പോയി ഇഞ്ചക്ഷൻ വെച്ച് തിരിച്ചു വന്നു. വീണ്ടും എന്താ നൈറ്റ് വേദന തുടങ്ങിയപ്പോൾ വീണ്ടും എഗെയിൻ പിന്നെ നമുക്ക് ഓപ്ഷൻ വിംസേ ഉള്ളൂ. വിംസ് പോയി, വിംസ് കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ അവരൊക്കെ ഇത് നോക്കുന്നുണ്ട്, അവർ റിപ്പോർട്ടൊക്കെ നോക്കി, സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ പിന്നെ അപ്പൊ സ്കാൻ ചെയ്യുന്നില്ല. ഇഞ്ചക്ഷൻ തന്നു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും പുലർച്ചെ തിരിച്ചു വന്നു.
ഇത് ഒരു 2-3 ദിവസം ആവർത്തിച്ചു. 3ാമത്തെ ദിവസം ഇതേപോലെ രാവിലെ ശരത്തേട്ടൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഡ്രസ്സും മാറ്റി നിൽക്കുന്ന സമയത്ത് എനിക്ക് വേദന കൂടി. ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വേദന. അപ്പോ അതും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു. അപ്പൊ എന്താ, ഒരു തരത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു. ശരിക്കും പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ശരത്തേട്ടൻ എന്നെ കൂട്ടിട്ട് പോയി. പോകുന്നതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തിട്ട് അവിടുന്ന് അമ്മയേട്ടനും വന്നു. അമ്മയേട്ടനും വന്നപ്പോൾ അവര് എന്ത് ചെയ്തു, അപ്പൊ തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ബ്ലീഡിങ് ഉണ്ട്. ഇതിൽ കുറച്ച് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കുറെ അപ്പോഴും ഞാൻ പറയാം ഹെവി ബ്ലീഡിങ് ഇല്ല, വളരെ ചെറുതായിട്ട്. മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹെവി ബ്ലീഡിങ് ഇല്ലാത്ത കാരണം ഹെവി ബ്ലീഡിങ് ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സ്കാൻ ചെയ്തിട്ട് അവർ പറഞ്ഞു ഇത് അബോർഷൻ ആയി പോയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം ഫസ്റ്റത്തേല് എന്തുണ്ട്, യൂട്രസിൽ ഇത് കാണുന്നുണ്ട്. 2ാമത്തേല് അബോർഷനായി പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവർ ഒരു അബോർഷനായി പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇവിടെ നിൽക്കൂ, നമുക്കത് പോയിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. 2 ദിവസം അവിടെ അഡ്മിറ്റ് ആയി. അപ്പൊ 2 ദിവസം ഞാനും അമ്മയോട് നിന്നു. 2 ദിവസം അഡ്മിറ്റ് ആയതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു പോരുക ചെയ്തു. 2 ദിവസം ഞാനും അമ്മയോട് നിന്നു. അപ്പോഴും വേദനകൾ മാത്രം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേലും ഇതിലും 1 ഇയർ ഗ്യാപ്പ് എടുത്ത് വീണ്ടും ഞാൻ വേദനയുടെ ലോകത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും 2ാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ നോക്കിയപ്പോഴും എനിക്ക് വേദനയുടെ ലോകം മാത്രമേ ഉള്ളൂ. അപ്പോഴും ഒരു പോസിറ്റീവായ സംഭവം എൻ്റെ ലൈഫിൽ വരുന്നില്ല. വേദന. ഈ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവര് മരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 2-3 ദിവസം ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ശരത്തേന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല, കാരണം അബോർഷനായി എന്ന് പറഞ്ഞതാണല്ലോ. പിന്നെ എന്റെ വീട്ടിലായിരുന്നു. അപ്പോ ഫസ്റ്റത്തെ ഒരു ഇതില് ഇപ്പോ എന്തൊക്കെ ഞാൻ എടുത്തു പറയാം. ഫസ്റ്റത്തേല് ലെഫ്റ്റ് ട്യൂബിലായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നത്. എന്നിട്ട് അത് റിമൂവ് ചെയ്തു. ആ സമയത്ത് ലെഫ്റ്റ് സൈഡിലായിരുന്നു പെയിൻ. ഇപ്രാവശ്യം റൈറ്റ് സൈഡിലായിരുന്നു പെയിൻ. യൂട്രസിൽ ഓൾറെഡി ഒരു കുഞ്ഞിനെ കണ്ടു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, യൂട്രസിലെ കുഞ്ഞിനെ കണ്ടതിന് ശേഷം എന്ത് സംഭവിച്ചു, എന്താ പറയാ, അബോർഷനും ആയത് പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് സംഭവിച്ചേക്കുന്നത്. ഇതിൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഉടലെടുത്തു. ഇതിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലേ. വീട്ടിലേക്ക് വന്ന ഒരു 3-4 ദിവസം ആവുന്നതിനും എനിക്ക് വീണ്ടും വേദന തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോ അന്ന് അവര് ഒരു സംഭവം, എന്റെ ഡിസ്ചാർജ് സമ്മറിയില് അവര് β-HCG ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിംസിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോ അവര് β-HCG ഫോളോ അപ്പ് ചെയ്യണമെന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് ചെയ്തിട്ട് ഇന്ന ദിവസം പോകണം എന്നായിരുന്നു ഞങ്ങളടുത്ത് പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞ ദിവസം എത്തിയിട്ടില്ല. അവര് പറഞ്ഞ ദിവസം എത്താൻ ഇനി സമയമുണ്ട്. ഇത് 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. β-HCG ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും കൊണ്ടാണ് പോവാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ കണ്ടല്ലോ. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ഈ നല്ല പെയിനാ എനിക്ക്, രാവിലെയാണ് അതും. അപ്പൊ അമ്മ ഷോപ്പിലേക്ക് പോവാൻ നിൽക്കുക. അമ്മയ്ക്ക് ഒരു ടൈലറിംഗ് ഷോപ്പാണ്. അപ്പൊ പോവാൻ നിൽക്കുമ്പോ അമ്മ എന്താക്കി, എനിക്ക് ഈ വേദന ഉണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ഒരു ഓട്ടോ വിളിച്ചു. കാരണം ഏട്ടൻ വീട്ടിലില്ല, വണ്ടി ഓടിക്കണമെങ്കിൽ. അപ്പൊ കാർ എടുത്ത് പോകണമെങ്കിൽ ഏട്ടൻ വേണമല്ലോ. ഓട്ടോ വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ആരോഗ്യ എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട് നമുക്ക് കമ്പളക്കാടാണ് എന്റെ വീട്. അവിടെ ചെന്നിട്ട് ഇഞ്ചക്ഷൻ ഇട്ടു, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ഇട്ടു. അപ്പൊ തന്നെ അമ്മ ഈ ഡിസ്ചാർജ് സമ്മറി ഇറക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഈ സംഭവം β-HCG ഒന്ന് ചെയ്യണമെന്നു. അപ്പൊ അവർ പറഞ്ഞു β-HCG ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല, ഞങ്ങൾ കോഴിക്കോടേക്ക് അയച്ചു കൊടുക്കുക, നാളെ ഉച്ചയ്ക്ക് റിസൾട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല, ശരിയെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ β-HCG ചെയ്യാനുള്ള ബ്ലഡും കൊടുത്തിട്ട് അമ്മ എന്ത് ചെയ്തു, അതിന്റെ ഫീസും അടച്ചു. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട്, കാരണം തൽക്കാലത്തേക്ക് ഇഞ്ചക്ഷൻ ഇട്ടതിൽ ഞാൻ കിടന്നു. പോരാത്തിന് പെയിൻ കില്ലർ ടാബ് അവർ തന്നു വിട്ടിരുന്നു. ഇനി പെയിൻ വരികയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു സമാധാനമായിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് അവിടെ നിന്നു. പിന്നെ പിറ്റേ ദിവസമാണല്ലോ റിസൾട്ട് വരിക. അപ്പോൾ എന്തായിരുന്നു റിസൾട്ടിന് ശേഷം എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.